മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചെന്നൈയിലിരുന്നു കൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ചെന്നൈയിലെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇന്നലെ ഞാൻ വായിച്ച ഒന്നാണ്, ഗോഡ് മാൻ അറസ്റ്റഡ് ഫോർ സെക്ഷുവൽ അസാൾട്ട് ഓഫ് 24-year-old വുമൺ. തലയിൽ ജടയിട്ട് ഒരേക്കർ ഭസ്മം തൊട്ട് അതിൽ കുങ്കുമവും തൊട്ട് 2-3 രുദ്രാക്ഷമാല, പിന്നെ കാവി വസ്ത്രം. അയാൾ അറിയപ്പെടുന്നത് അണ്ണാദുരൈ എന്നാണ്. അയാളെ ജനങ്ങൾ വിളിക്കുന്നത് അണ്ണാമലൈ സിദ്ധർ എന്നാണ്. ഒരു ഹിന്ദു സന്യാസി, 59 വയസ്സായിട്ടുള്ള വ്യക്തി, 5000-ഓളം ആരാധകരും ഫോളോവേഴ്സും എല്ലാമുള്ള ആ വ്യക്തി ഒരു പെൺകുട്ടി, 24 വയസ്സായിട്ടുള്ള സ്ത്രീ, പെൺകുട്ടി എന്ന് പറയുന്നതിനേക്കാളും സ്ത്രീയെ ഹരാസ് ചെയ്തു. ധാരാളം ഫോളോവേഴ്സുള്ള ഈ സിദ്ധർ ഒരു സ്ത്രീ തനിക്ക് കണ്ടമാനം തലവേദനയുണ്ടെന്നും മൈഗ്രെയിൻ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നും അതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കിട്ടണമെന്നും പറഞ്ഞ് ഈ അണ്ണാമലൈ സിദ്ധറിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. 1 മണിക്കൂർ ഒറ്റയ്ക്ക് ആരെയും കൂട്ടാതെ വരാൻ പറഞ്ഞു. 1 മണിക്കൂർ അയാൾ ആ സ്ത്രീയെ, വിവാഹം കഴിച്ച സ്ത്രീയെ തൻ്റെ മുറിയിലിട്ടു. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, ഇവിടെ എന്തെല്ലാം സംഭവിച്ചോ അത് ഒരു കാരണവശാലും പുറത്ത് പറയരുത്. ഏതെങ്കിലും വിധത്തിൽ പുറത്ത് പറയുകയാണെങ്കിൽ നിൻ്റെ മകനെ എൻ്റെ തപശക്തി കൊണ്ട്, എൻ്റെ സിദ്ധി കൊണ്ട് മൊത്തത്തിൽ പാരലൈസ്ഡ് ആക്കി, നിർവീര്യമാക്കിയിട്ട് അയാളെ ആജീവനാന്തം നരകയാതന അനുഭവിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അത്രയും സിദ്ധിയുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പുറത്തേക്ക് പറയരുത് എന്ന് പറഞ്ഞ് 24 വയസ്സായ മാരീഡായിട്ടുള്ള ഒരു സ്ത്രീയെ ഇയാൾ പീഡിപ്പിച്ചു. അയാളെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ഞാൻ വളരെ വ്യക്തമായ രീതിയിൽ പറയാൻ കാരണം, 5000-ലധികം ഫോളോവേഴ്സുള്ള ഈ അണ്ണാമലൈ സിദ്ധരെ മുൻകൂർ ജാമ്യമെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാനോ, അയാളെ ജയിലിൽ ചെന്നോ കോടതിയിൽ ചെന്നോ കാണാനോ, അയാൾക്ക് മോറൽ സപ്പോർട്ട് കൊടുക്കാനോ, അയാളുടെ അനുഗ്രഹം വാങ്ങിച്ചവർ ഒരു വ്യക്തി പോലും അയാളുടെ അടുത്തേക്ക് വന്നില്ല. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നില്ല. അയാളുടെ ശിഷ്യഗണങ്ങളെന്ന് പറയുന്ന 5000-ഓളം പേരിൽ ഇഷ്ടംമാതിരി അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരും ഉണ്ടെങ്കിലും ഒരു ഹിന്ദു പോലും അയാളുടെ അടുത്ത് വരികയോ അയാളെ ചെയ്തതിനെ ന്യായീകരിക്കുകയോ അയാളുടെ പുറത്ത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുകയോ അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ അയാളെ നാടുകടത്തുകയോ തൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തുകയോ ഒന്നും ചെയ്തില്ല. ഒരുപക്ഷെ ഇതാണ് ഒരു ഹിന്ദുവിൻ്റെ സമൂഹത്തിലെ ആത്മീയത പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്ക് തിന്മ ചെയ്യാനുള്ള മനസ്സ് വരുമ്പോൾ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണം. ഇതേപോലെ കൊട്ടാരക്കരയിലും കണ്ണൂരിലും ക്രിസ്ത്യൻ പാതിരിയും കപ്പ്യാരും അച്ഛനും സ്ത്രീയെ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ബലാത്കാരമായിട്ട് ലൈംഗിക വേഴ്ചയ്ക്ക് വിധേയമാക്കി. ആ പെൺകുട്ടി ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അത് നടന്നത് പള്ളി സ്കൂളിൽ, അത് ആ പള്ളിയിലെ കപ്പ്യാര് അല്ലെങ്കിൽ അച്ഛൻ, ആ കുട്ടി ഗർഭം ധരിച്ച് പ്രസവിച്ചത് പള്ളി ആശുപത്രിയിൽ, ആ പ്രസവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തത് കന്യാസ്ത്രീകൾ, അയാളെ വളരെ പെട്ടെന്ന് നാടുകടത്തി പുറത്തേക്ക് പോകാൻ അനുവദിച്ച പള്ളി സമൂഹം, ബിഷപ്പ് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് ഒരു മാപ്പ് പറയുന്ന രീതിയിൽ അഭിനയിച്ചതല്ലാതെ ബാക്കിയെല്ലാം ആ പാതിരിക്ക് അഥവാ അച്ഛന് അല്ലെങ്കിൽ ആ കപ്പ്യാർക്ക് വേണ്ടി കംപ്ലീറ്റ് സമൂഹം പുറകെ നിന്നു എന്നുള്ളതാണ്. ഹീനവും നീചവും നിന്ദ്യവുമായ പ്രവൃത്തി ആ പള്ളിയിലച്ഛൻ ചെയ്തിട്ടും ആ പെൺകുട്ടിയെയാണ് പള്ളി പത്രം വിമർശിച്ചത്. പള്ളിയിൽ അച്ഛനെ വാനോളം പുകഴ്ത്തുകയും അയാളുടെ ശരീരം മനുഷ്യ ശരീരമാണ്, വിചാരങ്ങൾക്ക് വിധേയമാണ്, അതുകൊണ്ട് ആ അച്ഛനെ മാറ്റേണ്ടതും ഒന്നുകിൽ ശക്തമായ ഭാഷയിലോ അല്ലെങ്കിൽ മിതമായ ഭാഷയിലോ
തന്നെ ലൈംഗികമായ പ്രവൃത്തിക്ക് ഉപയോഗിക്കരുതെന്ന് പറയേണ്ട ഉത്തരവാദിത്വം ആ 17-കാരി പെൺകുട്ടിക്കാണെന്ന് പറഞ്ഞ് ഈ പള്ളി പത്രം ആഹ്വാനം ചെയ്തും ആ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്നും അച്ഛൻ്റെ കൂട്ടത്തിലേ ഉണ്ടാവുള്ളൂ എന്ന് വരെ പറയാൻ പള്ളിക്കാർക്ക് സാധിച്ചു. ഏതായാലും ഈ ഹിന്ദു, ഈ സിദ്ധർ ഇപ്പൊ ജയിലിലാണ്. ഹൈന്ദവ ജനത തെറ്റുകൾക്ക് ഒരുമിച്ച് നിൽക്കില്ലെന്നും ക്രൈസ്തവരുടെ ഭൂരിഭാഗവും അഭയ കേസ് പോലെ 26ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന അഭയ കേസിൽ പ്രതികളെ മുഴുവനും സംരക്ഷിച്ചത് പള്ളിക്കാരും മറ്റച്ഛന്മാരാണെന്നും ഈ ഇവിടെയും കൊട്ടിയൂരും അത് തന്നെയാണ് കണ്ണൂർ സംഭവിച്ചത്. കൊട്ടാരക്കരയിലെ സെമിനാരിയിലെ പിള്ളേരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച ആ സെമിനാരിയിലെ പ്രിൻസിപ്പാളിനും പള്ളി തന്നെയാണ് സംരക്ഷണം നൽകുന്നതെന്നും ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത അച്ഛനെ സംരക്ഷിക്കുന്നതും പള്ളി തന്നെയാണെന്നും ഇതിലെല്ലാവിധത്തിലും വേദന അനുഭവിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണെന്നും തെറ്റായിട്ട് പ്രവൃത്തി ചെയ്യുന്നവരെ തെറ്റെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പലരും അതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടും സമൂഹവും ചർച്ചിയാനിറ്റി പള്ളിയും ഈ തെറ്റ് ചെയ്ത ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുന്നതും ഹൈന്ദവ ജനത 5000-ഓളം ശിഷ്യന്മാരുണ്ടായിട്ടും ഒരാൾ പോലും ഈ അണ്ണാമലൈ സിദ്ധർ, അണ്ണാദുരൈ എന്ന് പേരുള്ള അണ്ണാമലൈ സിദ്ധറെ സപ്പോർട്ട് ചെയ്യാനോ സംരക്ഷിക്കാനോ അയാളുടെ കൂടെ നിൽക്കാനോ അയാൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം കൊടുക്കാനോ വിസയും പാസ്പോർട്ടും ശരിയാക്കി വിദേശത്തേക്ക് കടത്തിവിടാനോ മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് അയാളെ അയക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ചെയ്തില്ല. ഇത് ഓരോ ക്രിസ്ത്യാനിയും ഓരോ മുസ്ലിമും ഓരോ രാഷ്ട്രീയക്കാരനും ഓരോ DYFIക്കാരനും SFIക്കാരനും അറിയണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പണ്ട് ഹിമവൽ ഭദ്രാനന്ദയും സന്തോഷ് സ്വാമിയും എന്ന് പറയുന്ന 2 ഫ്രോഡുകൾ, 2 കള്ള സന്യാസികൾ തിന്മകളാണ് ചെയ്തത് എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെ DYFIക്കാരും SFIക്കാരും നല്ല നല്ല ആശ്രമങ്ങളിൽ നിന്ന് നല്ല സന്യാസിമാരെ പോലും അവഹേളിച്ചതും ഇപ്പം ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് കൂടി ഒന്ന് തിരിച്ചറിയണം. നന്മ തിന്മ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പാർട്ടിയുടെ വളരുന്ന തലമുറ ഇതൊന്ന് കണ്ട് പഠിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിത്യാനന്ദ എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. 1000കണക്കിന് ശിഷ്യസമ്പത്തുള്ള അയാൾ ഒരു സിനിമാ നടിയോ തൻ്റെ ആരാധികയെയോ ലൈംഗികമായിട്ട് ഉപയോഗിച്ച ഫോട്ടോ പുറത്തു വന്നപ്പോൾ അയാളെ എത്ര ശക്തമായിട്ടാണ് ഹിന്ദു സമൂഹം എതിർത്തതും ബഹിഷ്കരിച്ചതും ഇപ്പം അയാൾ ജയിലിലുള്ളതും എന്നുള്ളത് മറക്കരുത്. അതേ സമയത്ത് ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്ന അച്ഛന്മാരും ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും യഹോവയുടെയും പേരിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജീവിക്കുന്ന ഈ അച്ഛന്മാർ കാണിച്ചു കൂട്ടുന്നതിനെ എങ്ങനെ പള്ളിയും ബിഷപ്പും കർദിനാളും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇവിടുത്തെ പുരോഗമനവാദികളും യുക്തിവാദികളും ബുദ്ധിജീവികളും അല്ലാത്തവരും ഓർമ്മിക്കാൻ ഈ ഒരു വാർത്ത പ്രയോജനപ്പെടട്ടെ. പ്രണാമം, നമസ്കാരം.